ഒരു ബോധ്യം ഉണ്ടാകണം. ദൈവം എങ്ങനെയുള്ളവനാ, എൻ്റെ ദൈവം എങ്ങനെ, എന്നോട് ദൈവത്തിനെക്കുറിച്ച് എന്ത് കരുതലാ. ദൈവം വാക്ക് പറഞ്ഞിരിക്കുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, എപ്പോഴും ഉണ്ട്, ഒരിക്കലും നിന്നെ തനിച്ചാക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടാലും, നമുക്ക് ചിലപ്പോൾ ബിസിനസ് നഷ്ടപ്പെടുമായിരിക്കാം, ജോലി, അതുപോലെ പല കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, പല കാര്യത്തിന് നമുക്ക് നിരാശയുണ്ടാകാം. പക്ഷേ അവിടെ നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. എല്ലാ നഷ്ടത്തിലും നഷ്ടപ്പെടാത്ത ദൈവവചനത്തിനെ ആശ്രയിക്കുക. ദൈവവചനം മാത്രമാണ് ഇതിനെല്ലാം മറുപടി. നമ്മൾ ആവശ്യമില്ലാതെ പല കാര്യത്തിലും നമ്മൾ സങ്കടപ്പെടാറുണ്ട്. ദൈവവചനം പറയുക, 1 പത്രോസ് 5:7, നീ ഒന്നിനെക്കുറിച്ചും വ്യാകുലതപ്പെടേണ്ട, നിന്നെക്കുറിച്ച് അവനിക്ക് കരുതലുണ്ട്. അതുപോലെ ദൈവം ഒരിക്കലും ആഗ്രഹിക്കണില്ല നീ കുറവുകളിൽ ജീവിക്കാമെന്ന്, നീ ദാരിദ്ര്യമായിട്ട് ജീവിക്കാമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആഗ്രഹം എപ്പോഴും നമ്മൾ നിറഞ്ഞിരിക്കുക, ഒരു കുറവുണ്ടാകരുത്. അത് പലപ്പോഴും നമുക്ക് കുറവുകൾ അനുഭവപ്പെടുന്നത് അത് നമ്മൾ എങ്ങനെ എടുക്കുന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പല കുറവുകളുണ്ടാകാം, പക്ഷേ നമ്മൾ ആ കുറവിനെ കാണാതെ ആ കുറവിൻ്റെ കൂടെ നമ്മളെ ദൈവം, എല്ലാം നിറഞ്ഞ ദൈവം നമ്മളെ കൂടെ ഉണ്ട്. അത് നമ്മളെ കൃപയിൽ വളർത്താൻ വേണ്ടിയിട്ട് പല സമയത്ത് നമുക്ക് കുറവുകൾ അനുഭവപ്പെടാറുണ്ട്. ആ സമയത്ത് സങ്കീർത്തനം 91:15 പരിശുദ്ധാത്മാവ് പറയുക, നിൻ്റെ കുറവുകൾ ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകണം. ദൈവത്തിന് നമ്മളോടുള്ള കരുതലെന്ന് പറഞ്ഞാൽ, നിനക്ക് നിന്നെക്കുറിച്ച് അറിയണേക്കാളും കൂടുതൽ ദൈവത്തിന് നിന്നെക്കുറിച്ച് അറിയാം. ലൂക്ക 12:7, നിൻ്റെ ഓരോ മുടി ഞാൻ എണ്ണി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളെക്കുറിച്ച്, നമ്മളെ ശരീരത്തെക്കുറിച്ച് നമുക്ക് ഏറ്റവും സ്നേഹമാണ്, പക്ഷേ നമുക്ക് പോലും ചെയ്യാൻ സാധിക്കാത്ത അത്രയും കരുതൽ ദൈവത്തിന് നമ്മളോടുണ്ട്. ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഇത് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ല. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ പല കുറവുകളോടെ സങ്കടത്തിലായി നമ്മൾ ഇരിക്കുന്നത്. ഇത് ആരെങ്കിലും പറഞ്ഞ് എവിടെയെങ്കിലും പ്രസംഗം കേട്ടിട്ട് വന്ന് പറയില്ല, എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുക. ദൈവത്തെ അറിഞ്ഞതിന് ശേഷം എന്നിലുള്ള മാറ്റങ്ങളാണ് എനിക്ക് ഈ അനുഭവം, എനിക്കിവിടെ പറയാൻ സാധിക്കുന്നത്. ഞാൻ ഹൈന്ദവ കുടുംബത്തിലായിരുന്നു. പക്ഷേ അമ്മ മാതാവിനും അറിഞ്ഞതിന് ശേഷം ആദ്യം തൊട്ടേ എനിക്ക് വ്യത്യാസം ഉണ്ടായതൊക്കെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അമ്മ മാതാവോട് എനിക്ക് സ്നേഹമുണ്ടായി, പക്ഷെ അമ്മ എനിക്ക് തന്നത് വചനത്തിലുള്ളൊരു ദാഹമായിരുന്നു. എനിക്കൊരു ചെറിയ ബൈബിൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുമായിരുന്നു ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ എല്ലാ കാര്യത്തിനും എനിക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോഴും കുറവുകൾ അനുഭവപ്പെടുമ്പോഴും ആ പ്രായത്തിലും ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുമായിരുന്നു, വചനം വായിക്കും. അത് മനസ്സിലായാലില്ലെങ്കിലും എന്തിനാ വായിക്കണമെന്നൊന്നും അറിയില്ല, അത് അമ്മ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഈ അനുഭവം വെച്ച് പറയാം, ബൈബിൾ എടുത്ത് വായിക്കും. ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ അതിലിരുന്ന വിശ്വാസം ഉണ്ടായത്. അത് റോമ 10:17, വിശ്വാസം കേൾവി കൊണ്ടാണ്, യേശുവിനെക്കുറിച്ചുള്ള കേൾവി കൊണ്ടായി വിശ്വാസം ഉണ്ടാവും. പിന്നെ വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്, റോമ 1:16, ദൈവത്തിൻ്റെ ശക്തിയാണ്
അപ്പോൾ വചനത്തെ ആശ്രയിച്ച് ജീവിക്കുക. വചനം ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് അനുഭവപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. നമ്മളെല്ലാം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് വലിയ കുറവുകളും പല കാര്യത്തിനും ആയിട്ടായ്മ വന്നിരിക്കണം. ഉടമ്പടിയിൽ കുറേ നിയോഗങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നടക്കും. അമ്മ മാതാവ് വാക്ക് പറഞ്ഞിരിക്കുക, ഉടമ്പടി വഴി അതെല്ലാം നടക്കും. പക്ഷേ നിങ്ങൾ വചനത്തിനെ എങ്ങനെ എടുക്കുന്നുള്ളതിലാണ്. വചനം ദൈവം തന്നെയാണ്. ദൈവത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു, അത് വലിയ കാര്യമാണ്. വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ എപ്പോഴും വചനത്തെ ആശ്രയിച്ച് ജീവിക്കുക. വചനം വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. പക്ഷെ അത് നമുക്ക് പ്രയോജനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെബ്രിയ 4:2 അത് നിങ്ങൾ വചനത്തെ വിശ്വസിക്കണം. വചനം എനിക്ക് പ്രയോജനം ചെയ്യാത്ത അതിൽ നമുക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. ദൈവം നമ്മളെയും സീരിയസ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇന്ന് ഒരു തീരുമാനം എടുക്കുക. എപ്പോഴും ബൈബിള് നമുക്കൊരു വീക്ക്നെസ് ആയിരിക്കണം. എപ്പോഴും ബൈബിള് വേണം, വചനം വേണം. ഇന്ന് മൊബൈൽ ഫോൺ നമ്മളെ കയ്യിലില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ബാഗും പോക്കറ്റും തപ്പി നോക്കും. പുറത്ത് പോകുമ്പോൾ മൊബൈലില്ലെങ്കിൽ അയ്യോ ഞാൻ മറന്നെന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ പോയാലും തിരിച്ചു പോകും, മൊബൈൽ എടുക്കാൻ വേണ്ടി പോകും. പ്രൈസ് ദി ലോർഡ്. എത്ര പേരാ പുറത്ത് പോകുമ്പോൾ ബൈബിള് ബാഗിലുണ്ടാ, കയ്യെത്തുന്ന ദൂരത്ത് ബൈബിൾ ഉണ്ടാന്ന് നോക്കുന്നത്. അതാണ് യഥാർത്ഥ സംരക്ഷണം. മൊബൈൽ കൊണ്ടൊന്നും സംഭവിക്കില്ല, ഒന്നും സാധിക്കുകയില്ല. എവിടെ ഉണ്ടെങ്കിലും വചനം കയ്യിലുണ്ടാകണം. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഒരു ദുരിതവും നിങ്ങൾക്ക് സംഭവിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അത് ഓരോ കാര്യം ഈ ദൈവം ഓരോ അനുഭവം തരുന്നത് നമുക്ക് വിചാരിക്കും ഈ അനുഭവം തരുന്നത് എൻ്റെ പ്രാർത്ഥന കേട്ട് ഞാൻ കുറേ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇങ്ങനെ ഷാറ്റം പിടിച്ചിരിക്കുക, ഇങ്ങനെ തരില്ലെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ട് തരയാണെന്നാണ് വിചാരിക്കണത്. ഇല്ല, ദൈവത്തിന് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കെല്ലാം തരാൻ ആഗ്രഹമാണ്. പക്ഷെ ആ ബോധ്യം ഉണ്ടാകണം, അത് തരുന്നത് നമ്മളെ സാക്ഷിയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ദൈവം ആദ്യം അനുഭവം തന്നിട്ടാണ് നമ്മളെ സാക്ഷിയായിട്ട് മാറ്റുന്നത്. എപ്പോഴും അനുഭവം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവ സാന്നിധ്യത്തെ അനുഭവപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ശിഷ്യന്മാർക്ക് ദൈവം ഉയർപ്പിന് ശേഷം ഈശോ നേരിട്ട് വന്ന് പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് തീർത്തും ഉറപ്പോടെ സാക്ഷ്യപ്പെടുത്താരാ. അത് 1 യോഹന്നാൻ 1:1 ഞങ്ങൾ എൻ്റെ ദൈവത്തെ തൊട്ടു നോക്കിയിട്ടുണ്ട്, ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റണം. വല്ലവരും പറയണം സാക്ഷ്യം കേട്ടിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവം ആകില്ല. അപ്പോൾ എപ്പോഴും അനുഭവം കിട്ടാൻ വേണ്ടി എത്ര പേർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥിക്കണം. എനിക്ക് നിൻ്റെ അനുഭവം കിട്ടണം, ഞാൻ സാക്ഷിയായിട്ട് മാറണം. എനിക്ക് നീ അനുഭവം തന്നു കഴിഞ്ഞാൽ സാക്ഷിയായിട്ട് എനിക്ക് മാറണം. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ എല്ലാവരും നീ സാക്ഷിയായിട്ട് മാറണം, ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് പല കാര്യങ്ങളും അത് യാക്കോബ് 4:3 പറയുക, ദൈവത്തിനെല്ലാം നിനക്ക് തരാൻ ആഗ്രഹമാണ്, പക്ഷേ പലതും നിനക്ക് കിട്ടാത്തതിൻ്റെ കാരണം നീ ചോദിക്കണതിൻ്റെ കുഴപ്പമാണ്. നിൻ്റെ ഉദ്ദേശം എന്താണ് ചോദിക്കുന്നത്? ഞാൻ ഈ വെള്ളിയാഴ്ച എൻ്റെ ക്ലാസ്സിൽ ഇവിടെ പറയുണ്ടായി, കോയമ്പത്തൂരിൽ പലവരിക്കും ഈ അസുഖങ്ങളുണ്ട്, ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പങ്ങളാണ്. നിങ്ങൾക്ക് ആരോഗ്യ സൗഖ്യം കിട്ടണം, നിങ്ങളെ പ്രാർത്ഥിക്കുന്ന രീതി, ചോദിക്കുന്ന രീതി ആയിരിക്കണം. ആരോഗ്യസ്ഥിതി മോശമാണ്, എൻ്റെ ആരോഗ്യസ്ഥിതി ശരിയാക്കി താന്ന് പറഞ്ഞാൽ അതിലെന്താ ഉദ്ദേശമുള്ളത്? പിന്നെയും പാവം ചെയ്യാനാ? അതില്ല. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒന്നാമത് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്, ഈശോയെ
എൻ്റെ ആരോഗ്യസ്ഥിതി ശരിയാക്കി താ, എനിക്ക് ദിവസവും നിൻ്റെ കുർബാന കൂടണം, എനിക്ക് നിൻ്റെ കുർബാന കൂടാതെ പറ്റില്ല, അതിനേക്കാൾ എനിക്ക് ജീവിക്കേണ്ട, അതിനെനിക്ക് ആരോഗ്യം വേണം, കാലത്തെ നേരത്തെ എനിക്ക് ആദ്യ കുർബാന കൂടാതെ എനിക്ക് കാലത്തെ എണീക്കണം, എന്നിട്ട് നിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കണം, എനിക്ക് പലരോടും നിൻ്റെ അനുഭവം പറയണം ഈശോയെ എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു നോക്ക്. നിങ്ങൾ ആരോഗ്യ വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾ അസുഖങ്ങൾ മാറും. അതിന് ദൈവത്തിന് മനസ്സിലാകണം നിങ്ങൾക്ക് അതുപോലത്തെ ദാഹമുണ്ടാകും, കുർബാനയോട് ദാഹമുണ്ടാകും. ദിവസവും നിങ്ങൾ കുർബാനയ്ക്ക് പോകുന്നവരാണ്. ഏത് സാഹചര്യത്തിലും കാലത്തെ നിങ്ങൾ കുർബാനയ്ക്ക് പോയി നോക്ക്, ദൈവം കാത്തിരിക്കും, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമാണ് നമ്മളെ ദൈവം. പ്രൈസ് ദി ലോർഡ്. കുർബാന ദിവസവും നിങ്ങൾക്ക് കൂടാൻ പറ്റിക്കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും അതിന് മുടക്ക് വരുത്തിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക, നിങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടാകില്ല. അസുഖമുള്ളവരാണെങ്കിലും നിങ്ങൾ ദിവസവും കുർബാനയ്ക്ക് പോയി നോക്കുമെന്ന്, എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ സ്ഥിതിയിൽ ഞാൻ വരാം, പക്ഷേ എനിക്ക് വരാൻ പറ്റാതെയാകരുത് ഈശോയെ, എനിക്ക് നിന്നെ കാണണം, ഈ ലോകത്ത് ജീവിക്കുന്നവരെ നിൻ്റെ കുർബാന ഉൾക്കൊള്ളണം. പ്രാർത്ഥിച്ചു നോക്കുക, നിങ്ങളുടെ ഉദ്ദേശം പോലെ ആയിരിക്കും ദൈവം പ്രാർത്ഥന കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനത്തെ ആശ്രയിച്ച് ജീവിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് അനുഭവം എങ്ങനെയാണ് എനിക്കുണ്ടായെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം പല അനുഭവമുണ്ട്. അതിലൊന്ന്, ഞാൻ ദുബായ് എയർപോർട്ടിലിരിക്കുക, ഫാമിലിയായിട്ട് ഞങ്ങൾ ഒന്ന് ടൂർ പോയതാണ് അവിടെ. അപ്പോഴത്തേക്ക് അവിടെ എയർപോർട്ട് 1 കിലോമീറ്റർ ദൂരമാണ്, അകത്ത് തന്നെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അകത്തേക്ക് പോകണം. അപ്പോൾ ഒരേ ഗേറ്റാണ് ഫ്ലൈറ്റിൻ്റെ. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് മാറിപ്പോയി, സമയമായി, അപ്പോൾ ഫ്ലൈറ്റ് മിസ്സാവും. അപ്പോൾ എൻ്റെ കൂടെ മോനാണെങ്കിൽ അവനിക്ക് നല്ല പനിയാണ്, നല്ല ഹൈ ടെമ്പറേച്ചറാണ്, പനിയും ശരീരവും എല്ലാം വേദനയായിട്ട് വന്നിരിക്കുക. അപ്പോൾ അത് അവനെ പൊക്കി, ഇത്രയും വലിയവനാണ്, അവനെ പൊക്കിയിട്ട് പോകാൻ പറ്റില്ല. അവിടെ വീൽ ചെയറൊക്കെ അവിടെ പോയി അന്വേഷിക്കും. ഒന്നാമത് അപ്പോൾ അനൗൺസ് ചെയ്ത് ഗേറ്റ് നമ്പർ ഏറ്റവും എൻഡിലത്താണ്, 1.5 കിലോമീറ്റർ അപ്പുറമാണ്, 1 കിലോമീറ്ററെങ്കിലും ഉണ്ടാവും. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് എന്തായാലും ഫ്ലൈറ്റ് മിസ്സാവും. ഇനി വീൽ ചെയറൊക്കെ അറേഞ്ച് ചെയ്ത് അവിടെ ആരോട് പോയി ചോദിക്കും, നമ്മളെ നാടുമില്ല. പക്ഷേ ഒരു പരിചയമില്ലാത്ത നാട്ടിലും നമുക്ക് പരിചയമുള്ള ദൈവം നമ്മളെ കൂടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ ഹാൻഡ് ബാഗിൽ നോക്കുമ്പോൾ എപ്പോഴും നമ്മളെല്ലാ ബാഗിലും എല്ലാ സ്ഥലത്തും എത്ര സഞ്ചിയാണോ നമ്മൾ പുറത്ത് കൊണ്ടുപോകണോ, എത്ര ബാഗാണ് കൊണ്ടുപോകണം, അതിലെല്ലാം ഓരോ ബൈബിൾ ഇട്ട് വയ്ക്കണം. ഒരു 5-10 ബൈബിൾ വാങ്ങിച്ച് വയ്ക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എല്ലാ മുറിയിലും ഓരോ ബൈബിൾ വയ്ക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബൈബിൾ നമ്മളെ വീക്ക്നെസ് ആയിരിക്കണം. അത് ദൈവം കാണും, ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കും. ചെറിയ ചെറിയ കാര്യം ശ്രദ്ധിക്കുന്നവനാണ് ദൈവം. നീ ദൈവത്തെക്കുറിച്ച് സീരിയസ് ആണെങ്കിൽ നിനക്ക് എന്തോരം കൂറുണ്ട് എന്ന് ദൈവം നോക്കും. ദൈവത്തിനും നീ ഒരു വീക്ക്നെസ് ആയിരിക്കും. എൻ്റെ മകൻ, എൻ്റെ മകളെന്ന് പറഞ്ഞ ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ബൈബിളുണ്ട്, എപ്പോഴും വചനത്തിൽ ചേർന്ന് നിൽക്കണം, വചനത്തെ ആശ്രയിക്കുക. എല്ലാം കൈവിടുമ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനം കൈവിടില്ല, അത് ബാക്കി നിൽക്കും. എല്ലാം നഷ്ടപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനം അവിടെ ബാക്കി നിൽക്കും. ആ ഒരു ബോധ്യം ഉണ്ടാകണം. പലവരും വന്ന് കൗൺസിലിങ്ങിന് പറയാറുണ്ട്, പലവരും പറയാറുണ്ട്, എനിക്കെല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ഒന്നുമില്ലായ്മയായി. പക്ഷേ ഓർക്കേണ്ടത്, എല്ലാം നഷ്ടപ്പെട്ടാലും എല്ലാം നിറഞ്ഞ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അത് വചനമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം എടുക്കണം, അത് പാലിക്കാൻ നോക്കണം. ചെറിയ കാര്യമാണെങ്കിലും വലുതാണെങ്കിലും ദൈവം ചെറിയ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കും. അപ്പോൾ ഞാനത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ വചനത്തെ ആശ്രയിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായകനായിട്ട് അവിടെ എത്തും. പരിശുദ്ധാത്മാവ് എനിക്കപ്പോൾ ഓർമ്മിപ്പിച്ചത് ആ രക്തക്ഷാമമുള്ള സ്ത്രീയെക്കുറിച്ചാണ് ഓർമ്മിപ്പിച്ചത്. അവൾക്ക് അസുഖം മാറാൻ വേണ്ടിയിട്ട് അവൾ ചെയ്തത്, ഈശോ അവിടെ കൂടി നടന്നു പോയപ്പോഴത്തേക്കും വസ്ത്രത്തിൻ്റെ തുമ്പിലേക്ക് തൊട്ട്, അപ്പോൾ അവിടെ അസുഖം മാറിക്കിട്ടി, രോഗസൗഖ്യം കിട്ടി. അപ്പോൾ അവിടെ ഈശോ എവിടെയാണ്? ഈശോ വചനത്തിൻ്റെ രൂപത്തിൽ എൻ്റെ ബൈബിളിലുണ്ട്, എൻ്റെ ബാഗിലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ ബൈബിൾ എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈശോയെ, ഈ വചനം നീ തന്നെയാണ്
എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് വചനത്തിലേക്ക് തൊട്ടിട്ട് എൻ്റെ മോൻ്റെ തലയിൽ കൈവയ്ക്കുക ചെയ്ത ഒരു വിശ്വാസപ്രമാണം ചൊല്ലി. മോൻ ഇവിടെ തന്നെ ഉണ്ട്, ഇപ്പോൾ കീബോർഡ് പ്ലേ ചെയ്ത പ്രൈസ് ദി ലോർഡ്. അവിടെ വെച്ച് അസുഖം മാറി, അവൻ്റെ വേദന മാറിയിട്ടുണ്ട്. ഇതെനിക്ക് അനുഭവമായിട്ടാണ് കിട്ടിയത്. ഞങ്ങൾ നടന്നു പോവുകയാണ് ചെയ്തത്. ഏത് അവസ്ഥയിലും നമുക്ക് സഹായിക്കാൻ ആരുമില്ലെങ്കിലും വചനത്തെ നിങ്ങൾ ആശ്രയിച്ച് ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്ന് നിങ്ങൾ വചനത്തെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ദൈവം നിങ്ങളെ സാക്ഷിയായിട്ട് മാറ്റാൻ നിങ്ങൾക്ക് അനുഭവം തരുമ്പോൾ സാക്ഷിയായിട്ട് മാറ്റും. എന്നിട്ട് മാർക്ക് 16:20 പറയുന്ന പോലെ സാക്ഷികൾക്ക് അത് അടയാളങ്ങൾ വഴി ദൈവം അതെല്ലാം സ്ഥിരീകരിക്കും. വചനമെല്ലാം ദൈവം വാഗ്ദാനം പറഞ്ഞിരിക്കുന്നതെല്ലാം അടയാളം വഴി സ്ഥിരീകരിക്കും. ദൈവവചനം സത്യമാണെന്ന് നിങ്ങൾ സാക്ഷിയായിട്ട് മാറിക്കഴിഞ്ഞ് എന്തിനെക്കുറിച്ചുള്ള സാക്ഷിയാണ്? വചനത്തെക്കുറിച്ചുള്ള സാക്ഷിയായിട്ടാണ്. വചനം ഞാൻ പാലിച്ചപ്പോൾ എനിക്ക് അനുഭവം കിട്ടി. ഈശോ എൻ്റെ കൂടെ ജീവിക്കുക, വചനമായിട്ട് ജീവിക്കുക. അത് അടയാളം വഴി സ്ഥിരീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം അനുഭവം അടയാളം വഴി സ്ഥിരീകരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കോയമ്പത്തൂർ ഞങ്ങളെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഒരു കൊച്ചു വരുമായിരുന്നു. ഹൈന്ദവ കൊച്ച, സംഗവിയ അതിൻ്റെ പേര്. അത് ഒരു കൊല്ലമായിട്ട് അതിന് നല്ല വയറുവേദനയും, എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും. ആ അവസ്ഥയിൽ വന്നപ്പോൾ അവർ ആദ്യമായിട്ട് അവിടെ വന്ന് പ്രാർത്ഥന കൂടി ഞാൻ ഒരു ബൈബിൾ കൊടുത്ത് അതിൻ്റെ ഛർദ്ദിൽ മാറി. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് അത് കോളേജൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കോളേജിൽ പോകാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ നിയോഗം എന്തായിരുന്നെന്ന് വെച്ചാൽ എപ്പോഴും എന്നോട് വന്ന് പറയും, എനിക്ക് അടുത്ത കൊല്ലം PhD, അവിടുത്തെ ഏറ്റവും വലിയ കോളേജാണ്, PhD കോളേജിൽ സീറ്റ് കിട്ടുക. അത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ സീറ്റ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈശോയിൽ വിശ്വസിച്ചാൽ അതെല്ലാം ചോദിക്കണ എല്ലാം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ നിയോഗം വെച്ച് ആ കൊച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എപ്പോഴും വചനം, എവിടെ പ്രാർത്ഥനയ്ക്ക് പോയാലും അവിടെ വചനം പറയണമെങ്കിൽ ഒരു ചെറിയ നോട്ട്ബുക്ക് ഉണ്ടാകണം കേട്ടോ. എപ്പോഴും നമ്മളെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടാകണം. വചനം പറയുന്നതൊക്കെ എഴുതി വയ്ക്കുക. അതുകൊണ്ട് എന്ത് പ്രയോജനമാണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് പ്രയോജനം. നിങ്ങൾ വചനത്തെ എങ്ങനെ എടുക്കുന്നോ ദൈവം നിങ്ങളെ അങ്ങനെ എടുക്കും ഉറപ്പായിട്ട്. അതുകൊണ്ടാണ് ഈ അനുഭവമായിട്ട് പറയുന്നത്. അപ്പോൾ ആ രീതി തന്നെ എടുക്കണം. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ കാര്യം ദൈവത്തിൻ്റെ അടുത്ത് ഓരോ കാര്യം ഇങ്ങനെ ചോദിക്കും, എന്നിട്ട് ദൈവം അത് തരുകയും ചെയ്യും. എന്നിട്ട് നമ്മളെ മനസ്സിലൊക്കെ പതിഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് കുറേ പ്രാർത്ഥിക്കണം. കുറേ പ്രാർത്ഥിച്ച് കുറേ ധ്യാനം കൂടുമ്പോൾ ചിലപ്പോൾ ദൈവം തരും. അതിനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ചോദിച്ചാൽ മതി. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്താ ആവശ്യമുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാം. അത് തന്നില്ലെങ്കിൽ സന്തോഷിക്കുക. നീ ചോദിക്കണത് ചെറുതാണ്, ദൈവം നിനക്ക് വലുതാണ് തരാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം അതുപോലെയാണ്. ദൈവം നമ്മളെ എപ്പോഴും നല്ല സന്തോഷമായിട്ട് ജീവിക്കാമെന്ന സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈശോ പറയണം, നീ എപ്പോഴും സങ്കടപ്പെടരുത്. ലൂക്ക 12:22 നീ എന്ത് ഭക്ഷിക്കും, എന്ത് അണിയെന്ന് പറഞ്ഞ് നീ സങ്കടപ്പെടേണ്ട, എന്താ കുടിക്കേണ്ടതെന്നൊന്നും സങ്കടപ്പെടേണ്ട, അതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അത് വാഗ്ദാനം പറഞ്ഞിരിക്കണ ദൈവം അത് കരുതി വെച്ചിരിക്കണമെന്ന് ഈ കാണാതെ പോയി. ഞാൻ വീട് നിറയെ ഭക്ഷണം നിറച്ച് വെച്ചിരിക്കുക, നല്ല ഭക്ഷണങ്ങൾ നിറച്ച് വെച്ചിരിക്കുക. ആ വീട്ടിൽ കയറാതെ എൻ്റെ മകൻ കറങ്ങി കിടന്നിട്ട് ഭക്ഷണം കിടന്നാൽ അത് ആരുടെ കുറ്റമാണ്? പ്രൈസ് ദി ലോർഡ്. അത് വീട്ടിൽ അച്ഛനുണ്ട്, അച്ഛൻ കരുതി വെച്ചിരിക്കുക. അച്ഛൻ്റെ അടുത്ത് ചെല്ലണം. അച്ഛൻ്റെ അടുത്ത് ചെല്ലാതെ റോട്ടിൽ കിടന്ന് അവിടെ ഇവിടെയൊക്കെ കറങ്ങി കിടന്നിട്ട് ഞാൻ ഭക്ഷണം കിടക്കുക, 5 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചില്ല, ഞാൻ മരിക്കാൻ പോയാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലേക്ക് അടുക്കുക നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നിങ്ങളുടെ ജീവിതം നോക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ കൊച്ച് എന്നോട് എപ്പോഴും വന്ന് പറയുമായിരുന്നു, എനിക്ക് PhD തന്നെ സീറ്റ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തോട് നീ ദൈവത്തിനോട് എന്ത് ചോദിച്ചാലും കിട്ടും, എന്ത് ചോദിച്ചാലും കിട്ടുമല്ലോ. അപ്പോൾ എനിക്കിത് മാത്രം മതിയെന്ന് പറഞ്ഞാൽ അതിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഈ വചനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കാര്യം പറഞ്ഞാൽ, വചനം നിങ്ങൾ പാലിക്കുമ്പോൾ ചെറുതും വലുതും ഏതെങ്കിലും ഇതുമായിട്ട് എന്താ ബന്ധമെന്ന് നമുക്ക് ചോദിക്കും.
ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരാവശ്യം അതിനെന്തിനാണ് ബൈബിൾ വായിക്കുന്നത്, അതിനെന്തിനാണ് വചനം പാലിക്കേണ്ടത്? ഈ കാര്യവും ഇതുമായിട്ട് എന്താ താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴത്തേക്ക് ഒരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷെ ബന്ധമുണ്ട്, അത് കണക്ഷനാണ്. അത് ദൈവത്തിൻ്റെ ശക്തി ഒളിവ് വരാനാണ്. നിങ്ങൾ വചനം പാലിക്കുമ്പോൾ, വചനം വായിച്ച് നിങ്ങൾ വചനം പാലിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത പ്രശ്നത്തിലേക്ക് നിങ്ങൾക്ക് അപ്പോൾ എന്താ പ്രശ്നമോ അതിലേക്ക് ഒളികി വരും, ദൈവത്തിൻ്റെ ശക്തി ഒളിവ് വരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ശക്തി ഒളിവ് വരുമ്പോഴത്തേക്കും നിങ്ങളെ കുറവുകളെല്ലാം നിറവാക്കും ദൈവം. അതെല്ലാം നിറച്ച് തരും, ആ പ്രശ്നങ്ങളൊക്കെ നീക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ടെക്നിക്കാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് കേട്ടോ. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് തൊട്ടെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. ചെറിയ കാര്യം എടുത്ത് ബൈബിൾ ആശ്രയിച്ച് ജീവിച്ചു നോക്ക്, വചനത്തിൽ ആശ്രയിച്ച് ജീവിച്ചു നോക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ഞായറാഴ്ച ഞാൻ ഇതേപോലെ കുർബാന കൂടിയിട്ട് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മൊബൈലെടുത്ത് നോക്കുമ്പോൾ മൊബൈൽ സൈലൻറ്റ് കാറിലാണ് വെച്ചിരുന്നത്. വന്നു കഴിഞ്ഞ് ഞാൻ മൊബൈലെടുത്ത് നോക്കുമ്പോൾ ഈ കൊച്ചിൻ്റെ മിസ്ഡ് കോൾ കിടക്കുക, സംഗവി എന്ന് പറഞ്ഞ മിസ്ഡ് കോൾ കിടക്കുക. ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ ഞായറാഴ്ചയാണ്. അപ്പോൾ പറഞ്ഞ് ഇത് കൗൺസിലിംഗ്, PhD കൗൺസിലിംഗ് ആയിരുന്നു ബ്രദർ ഇന്ന്. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അത് പറഞ്ഞൊക്കെ മറന്നായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് ബ്രദറിലെ പറഞ്ഞ് ദൈവത്തോട് എന്ത് ചോദിച്ചാലും തരുമെന്ന്. ഞാൻ പറഞ്ഞു അതെ, പക്ഷേ ഞാൻ ചോദിച്ചത് തന്നില്ല, എനിക്ക് കൗൺസിലിങ്ങിൽ സീറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരയുക, അത് സീറ്റ് കിട്ടിയില്ലെന്ന്. എന്നോട് പറയുക ബ്രദർ ക്ലാസ്സിൽ പറഞ്ഞല്ലേ അത് ദൈവത്തോട് എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാനവിടെ വന്ന് എപ്പോഴും കുർബാന കഴിഞ്ഞ് ഞാനവിടെ മുമ്പിൽ ഒരു ചായക്കടയുണ്ട്. അപ്പോൾ ചായ കുടിക്കാതെ കാലത്തെ കുർബാനയ്ക്ക് പോകുന്നത്. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് എപ്പോഴും ആ ചായക്കടയിൽ പോയി ഒരു ചായ ഓർഡർ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതെപ്പോഴും ഉള്ള ശീലമാണ്. അപ്പോൾ ഞാൻ ചായ ഓർഡർ ചെയ്ത് അയാൾ ചായ ഇങ്ങനെ കൈ തന്നിരിക്കുക. അപ്പോൾ ഈ കൊച്ചിങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാൻ വിചാരിച്ച് ഇതിനോട് എന്താ മറുപടിയാണ് പറയേണ്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ഓർമ്മിപ്പിച്ചതെന്ന് ജോസഫ് അച്ഛൻ ക്ലാസ്സിൽ പറയണ്ടായി. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ക്ലാസ്സാണെന്ന് തോന്നുന്നു. യോന 3-ാം അധ്യായം 10-ാം തിരുവചനം എങ്ങനെയാ? നിൻ്റെ മനസ്സ് നീ മാറ്റുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റും. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവത്തിൻ്റെ മനസ്സ് എന്താണ്? ആ കൊച്ചിനെ സീറ്റ് കൊടുക്കേണ്ട അന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് അവിടെ മാറ്റണ്ടേ? അവിടെ കൗൺസിലിങ്ങിൻ്റെ സീറ്റെല്ലാം കഴിഞ്ഞ് ആ കൊച്ചിന് സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സെന്തായിരുന്നു? ആ സീറ്റ് കൊടുക്കണ്ട, ഇപ്പോൾ കൊടുക്കണ്ട. ചിലപ്പോൾ ദൈവത്തിന് വേറെ വല്ല പദ്ധതി ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ വചനം പറയുക, യോന 3-ാം അധ്യായം 10 പറയുകയാണ്, നീ നിൻ്റെ മനസ്സ് മാറ്റുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുമെന്ന്. അപ്പോൾ കയ്യിൽ ചായ ഗ്ലാസ്സും ഉണ്ട്, ഇവിടെ വെച്ച് എന്ത് മനസ്സ് മാറ്റാനാ? ഞാൻ എന്ത് ചെയ്ത് അവിടെ ചായ കുടിച്ചിട്ടില്ല. ആ ചായ കടയുടെ മുമ്പിൽ വെച്ച് എന്നെ പുറത്തേക്ക് കളഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈശോ അടുത്ത് മനസ്സിൽ പറഞ്ഞ്, ഈശോയെ ഞാൻ എൻ്റെ മനസ്സ് മാറ്റി, എനിക്ക് ചായ ഇപ്പം നല്ല വിശപ്പുണ്ട്, ചായ കുടിക്കണമെന്നുണ്ട്, പക്ഷേ ഞാൻ എന്തായാലും ചായ കുടിക്കണില്ല, ഞാൻ കളഞ്ഞ്. നീ നിൻ്റെ മനസ്സ് മാറ്റ്, ആ കൊച്ചിന് സീറ്റ് വേണം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നമ്മൾ ദൈവത്തോട് സംസാരിക്കാൻ പറ്റണം. ഞാൻ ആ കൊച്ചിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നീ അവിടെ തന്നെ നിൽക്കി. എന്നിട്ട് ഞാൻ തിരിച്ച് അൽത്താരയിലേക്ക് ഓടി. എന്നിട്ട് മുട്ടിപ്പേ നിന്ന് കൈപൊക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമുക്ക് എപ്പോഴും വേണ്ടിയത് ആൾക്കാർ കാണും, നാണക്കേടാണ്. കുർബാന കൂടുമ്പോൾ പലവരും ഞാൻ കണ്ടിട്ട് കൈ പോലും സ്വർഗസ്വനായ പിതാവ് പാടുമ്പോൾ കൈ പൊക്കാൻ ഇങ്ങനെയാണ് പൊക്കി വയ്ക്കുന്നത്. ഇതെല്ലാം ദൈവം നോക്കും. ചെറിയ ചെറിയ കാര്യം ദൈവം നോക്കും. ദിവസവും കുർബാന എനിക്ക് പലപ്പോഴും അനുഭവമുണ്ട്. ദിവസവും കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ ചില സമയത്ത് 10 മിനിറ്റ് ലേറ്റായി കഴിഞ്ഞാൽ ദൈവം കാത്തിരിക്കുക. അവിടെ അച്ഛനെ കൊണ്ട് കുർബാന ചൊല്ലിക്കാൻ സമ്മതിക്കില്ല ദൈവം. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ 10 മിനിറ്റ് ലേറ്റായി, അയ്യോ വായനയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യ വായനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് പോകുമ്പോഴത്തേക്ക് അവിടെ പോകുമ്പോൾ അപ്പം തുടങ്ങുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദിവസം പോയി നോക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം കാത്തിരിക്കും. ഇവരെ കണ്ടില്ലോ, എൻ്റെ മകളെ കണ്ടില്ല, എൻ്റെ മകനെ കണ്ടില്ല എന്ന് പറഞ്ഞ ദൈവം അങ്ങനെ കാത്തിരിക്കുകയാണ്. ആ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ചെറിയ ചെറിയ കാര്യം ദൈവത്തോട് സംസാരിക്കണം. എന്നിട്ട് ഞാൻ ആൾക്കാരെ പോയി ഞാൻ കൈയും പൊക്കി മുട്ടിപ്പേ നിന്ന് പ്രാർത്ഥിച്ച് ഒരു 15-20 മിനിറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ആ കൊച്ചിൻ്റെ മിസ്ഡ് കോൾ 2ാമത് കണ്ട്
ഇത് സംഭവിച്ച ഇപ്പോഴും കോയമ്പത്തൂരുള്ള അത് രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞ്, ബ്രദറെ എന്നെ വിളിച്ച ഒരു സീറ്റ് തന്നെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് സീറ്റ് തന്നത് എങ്ങനെയാണ്? സീറ്റ് തന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരാൾ അതിൽ ഫീസ് കെട്ടിയില്ല. അഡ്മിഷൻ കിട്ടിയ ആൾ ഫീസ് കെട്ടിയില്ല, അവർ വന്നില്ല ഫീസ് കിട്ടാനുള്ള സമയത്ത്. അവർക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്യണം. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും വേറെ ആരെങ്കിലും ഉണ്ടാകുന്ന നോക്കുമ്പോൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കില്ല, ഈ കൊച്ചു മാത്രം അവിടെ വെയിറ്റ് ചെയ്യുക. ഇതിനെ വിളിച്ച ഒരു സീറ്റ് കൊടുക്കുകയും ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം മനസ്സ് മാറ്റിയതാണ്. ഒരു ചായ ദൈവം സീരിയസ് ആയിട്ട് കാണും. ചായ ഇല്ലെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ മനസ്സ് മാറ്റി, ഇപ്പോൾ ഞാൻ ചായ കുടിക്കണില്ല അവിടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇനി ഒരു മാസത്തേക്ക് സീരിയൽ കാണില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി വാട്സപ്പ് കാണില്ല, ഒരു മാസത്തേക്ക് 6 മാസത്തേക്ക് കാണില്ല എന്ന് തീരുമാനം എടുത്ത് നോക്ക്. കാണരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ മനസ്സ് മാറ്റി. ഇല്ല, കാലത്തെ ഒരു ഗ്ലാസ് ചായ ഞാൻ കുടിക്കണില്ല, ഒരാഴ്ചത്തേക്ക് എനിക്ക് ഇത് ദൈവമേ നീ നടത്തിത്താ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ മനസ്സ് മാറ്റി, നീ മനസ്സ് മാറ്റുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിൽ ഈ വാഗ്ദാനങ്ങളൊക്കെ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ദൈവമക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആദ്യം ഈ ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം, നീ വചനം പാലിക്കുക, നിന്നോട് എനിക്ക് കരുതലുണ്ട്, നിന്നെ വിട്ട് ഞാൻ പോകില്ല, നിന്നെ ഞാൻ തനിച്ചാക്കില്ല, എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ഈ വാഗ്ദാനങ്ങളെല്ലാം ദൈവമക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യോഹന്നാൻ 1:12 നീ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ മകനും മകളും ആകാനുള്ള അധികാരം നൽകപ്പെടും. പ്രൈസ് ദി ലോർഡ്. നീ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ മകനും മകളുമാകാൻ അധികാരം നൽകപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഈശോയിൽ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈശോയിൽ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ എപ്പോഴും ചേർന്ന് നിൽക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം. എല്ലാ സാഹചര്യത്തിലും ചേർന്ന് നിൽക്കണമെന്ന് പറഞ്ഞാൽ ദൈവത്തെ വിട്ട് നിൽക്കരുത്, വചനത്തെ വിട്ട് നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. വചനം ആശ്രയിച്ച് തന്നെ നിൽക്കണം. ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ ചേർന്നിരിക്കണം. നീ മാത്രമേ ഉള്ളൂ, നീ മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവത്തിന് ചേർന്ന് നിൽക്കാൻ നമുക്ക് തടസ്സപ്പെടുത്തുന്നത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. അത് ദൈവം ആരാണ്? ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് ഭയമാണ് നമ്മുടെ ജീവിതത്തിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് 1 യോഹന്നാൻ 4:18 സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല. നിങ്ങൾ ദൈവത്തെ വിട്ട് അകന്നു പോകും. നിങ്ങൾക്ക് വചനം ആശ്രയിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എപ്പോഴും ഭയന്ന് കഴിഞ്ഞാൽ, പേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. പലവരുടെയും പ്രാർത്ഥന തടസ്സപ്പെടുന്നത് നിങ്ങൾ നോക്കിക്കോ. ജീവിതത്തെ നോക്കി പേടിച്ചു പോകും. നമുക്കൊരു ജോലി നഷ്ടപ്പെട്ട്, ഇല്ല എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു പോയി, അപ്പോൾ പേടിക്കും. ബിസിനസ്സിൽ നഷ്ടം വന്നാൽ പേടിക്കും. പേടിച്ച് കഴിഞ്ഞാൽ ആദ്യം അവർ നഷ്ടപ്പെടുത്തുന്നത് എന്താ കാര്യം? അപ്പോഴാണ് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ പ്രാർത്ഥന അങ്ങോട്ട് നിർത്തും. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ പേടിയുണ്ടെങ്കിൽ നമ്മളെ പ്രാർത്ഥന അങ്ങോട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ആൾക്കാർക്ക് പേടിയാണ്. ഒരു കാര്യം, ആരെങ്കിലും മക്കൾക്ക് ഒരു ചെറിയ ജലദോഷം വന്നാൽ മതി, ചെറിയ കൊച്ചിന് ജലദോഷം വന്നാൽ മതി, അവരങ്ങോട്ട് പേടിക്കുക. പേടിച്ചിട്ട് അവർ തന്നെ അങ്ങോട്ട് ആലോചിച്ചെടുക്കുക, ഇത് നിമോണിയ ആയിട്ട് മാറി, ഇനി കൊച്ച് നമ്മളെ കൈവിട്ട് പോവുക. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കണ കൊച്ച് ശ്വാസം വലിച്ചാൽ മതി, കൂടുതൽ ഒന്ന് ആഞ്ഞ് ശ്വാസം വലിച്ചാൽ മതി, ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പേടിയാണ്, ഉറങ്ങില്ല. പ്രൈസ് ദി ലോർഡ്. പേടിയുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് സ്ഥാനമില്ല. അതാ ഈശോ എപ്പോഴും പറയുന്നത്, നീ പേടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ട്, പേടിക്കരുത്. ഹല്ലേലൂയ. ആദ്യം നമുക്ക് ദൈവ സാന്നിധ്യത്തിലിരുന്നതില്ല, പ്രാർത്ഥനയിരുന്ന നമ്മളെ അകന്ന് നമ്മൾ പോകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ജീവിതത്തിൽ പേടിയാണ്. നീ എന്തിനെക്കുറിച്ച് പേടിക്കുന്നോ
അവിടെ വിശ്വാസം കുറഞ്ഞ. എന്താ പേടിക്കുന്നത്? എൻ്റെ മക്കൾ പേടിക്കുന്നത് എപ്പോഴാണ്? ചെറിയ കൊച്ചുങ്ങൾ പേടിക്കുന്നത് എപ്പോഴാണ്? ഒരു ഇരുട്ടുള്ള ഒരു മുറിയിൽ അച്ഛനും അമ്മയും ഒക്കെ കൂടെയുണ്ട്, അവനിക്ക് പേടി തോന്നിക്കുവാ? പേടിക്കില്ല. അവൻ തനിച്ചാകുമ്പോഴാണ് അവൻ പേടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നിനക്ക് എപ്പോഴാണ് അനുഭവം വരുന്നത് ഞാൻ തനിച്ചാണെന്നുള്ളൊരു, എപ്പോഴാണ് നിനക്കൊരു ബോധ്യം ഉണ്ടാകുക ഞാൻ തനിച്ചാണെന്നുള്ളൊരു ബോധ്യമുള്ളപ്പോൾ നീ പേടിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം കൂടെ നിൽക്കുകയും ഞാൻ തനിച്ചാണെന്ന് നിനക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിനക്ക് ദൈവത്തോട് വിശ്വാസം ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏത് സാഹചര്യത്തിലും പേടിക്കാതെ നിൽക്കുമ്പോഴാണ് നീ വിശ്വാസം അങ്ങോട്ട് വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം പ്രഖ്യാപിക്കുന്നത് നിൻ്റെ എല്ലാ പേടിക്കുന്ന സാഹചര്യത്തിലും നീ പേടിക്കാതെ നിൽക്കുമ്പോഴാണ് വിശ്വാസം പ്രഖ്യാപിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് ശിഷ്യന്മാർക്ക് ഈ പേടി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇത് ദൈവം ഇതിന് ട്രെയിനിങ് തരും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇത് പേടിക്കുന്ന സാഹചര്യം തന്നിട്ട് ദൈവം അങ്ങോട്ട് തെളിയിച്ചു തരും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരു ഇരുട്ടുള്ള മുറിയിൽ കൊച്ചിനെ വിട്ടിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് കളയും. അപ്പോൾ കൊച്ചു കറയും, ഓന്ന് പറഞ്ഞ് കറഞ്ഞ്. പിന്നെ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു കൊടുക്കും, അച്ഛൻ കാണിക്കും, ഇതേ ഞാൻ ഇവിടെ ഉണ്ട് മകനെ, മക്കളെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും അവനിക്ക് പേടി തോന്നിക്കാൻ പാടില്ല. ലൈറ്റ് ഓഫ് ചെയ്താലേ എൻ്റെ അച്ഛൻ ഈ മുറിക്കകത്തുണ്ട്, സ്വിച്ചിൻ്റെ അവിടെ കൈയും വെച്ചുകൊണ്ടിരിക്കുക, ഇപ്പോൾ ലൈറ്റ് ഇടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതുപോലത്തെ സാഹചര്യങ്ങൾ ദൈവം നമ്മളെ ജീവിതത്തിലേക്ക് തരും. അത് ദൈവം ഈ രീതിയിലാണ് നമ്മളെ സാക്ഷിയായിട്ട് വളർത്തുന്നത്. നമ്മുടെ ജീവിതത്തിലിരുന്ന് ആദ്യം പേടിയെടുത്ത് മാറ്റുമ്പോഴാണ് നമുക്ക് ദൈവാനുഭവം കിട്ടുക. പ്രൈസ് ദി ലോർഡ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശിഷ്യന്മാർക്ക് ആദ്യം ഈശോ 5 അപ്പവും 2 മീനും വെച്ച് 5000 പേരേക്കത് ഭക്ഷിക്കാനാക്കി കൊടുത്ത്, അപ്പം വർദ്ധിപ്പിച്ച് കാണിച്ചു കൊടുത്ത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും നമുക്ക് തരും. നമുക്ക് അനുഗ്രഹങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരും. തന്നു കഴിയുമ്പോൾ അമ്മ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ദൈവം എന്ന് പറഞ്ഞാൽ ഈ അനുഗ്രഹം തന്ന് ഇങ്ങനെ നമ്മൾ ചോദിക്കുന്നതൊക്കെ ഇങ്ങനെ തന്ന് അത് മാത്രം മതി, നമ്മുടെ ജീവിത അവസാനം വരെ നമ്മൾ ചോദിക്കുന്നത് തരാനാണ് ദൈവം ഇരിക്കുന്നത്, നമ്മളും ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതൊന്നുമില്ല. പലവരും പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ ലിസ്റ്റ് എഴുതി വെച്ച് എപ്പോൾ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദൈവത്തിന് അറിയാം നിനക്ക് എന്ത് വേണമെന്ന്. നമ്മൾ ഇതെല്ലാം സമയം കളയുക. ദൈവത്തിൻ്റെ സങ്കടം അതാ. നമ്മൾ എല്ലാം ഈ ചോദിച്ച് ഇങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ ആരും മനസ്സിലാക്കണില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിനക്ക് ബോധ്യം ഉണ്ടാകണം, ഇതെല്ലാം നീ ചോദിക്കണതിൻ്റെക്കാളും കൂടുതൽ ദൈവം അങ്ങോട്ട് തന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കത് അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് പല കാര്യത്തിലും നമ്മൾ പോയി പെട്ടുപോകുന്നത്. ഈ പേടി കൊണ്ടാണ് നമ്മൾ പലതും ദൈവത്തിൻ്റെ നിന്ന് അകന്നു പോയതുകൊണ്ടാണ് നമുക്ക് ഈ അനുഭവം, ഈ വിശപ്പ് അനുഭവപ്പെടുന്നത്. എന്താ? അച്ഛൻ്റെ കയ്യിൽ ഭക്ഷണമുണ്ട്, അച്ഛനെ വിട്ട് ഓടി ദൂരെ പോയിട്ട് തിരിച്ചു വരാതിരിക്കുമ്പോഴാണ് വിശക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഭക്ഷണമുണ്ട്, ചോദിക്കാതെ തന്നെ അച്ഛൻ അങ്ങോട്ട് തരും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മകന് വിശക്കുമെന്ന് അച്ഛനെ അറിയാം, മകള് വിശക്കുമെന്ന് അച്ഛനെ അറിയാം. പക്ഷേ നമുക്ക് ആ ബോധ്യമില്ല. അപ്പോൾ ദൈവം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ദൈവം ഇത് ട്രെയിനിങ് തരിക. ശിഷ്യന്മാർക്ക് ഈ ട്രെയിനിങ് കൊടുത്തായിരുന്നു. ശിഷ്യന്മാർ എന്താ ചെയ്തത്? ഈ അപ്പമൊക്കെ 12 കൊട്ട അധികമായപ്പോഴത്തേക്ക് അവർ ഇങ്ങനെ വിചാരിച്ചിരിക്കുക, ഇനി ഒരു 10 ദിവസത്തേക്ക് അധ്വാനിക്കേണ്ട, 10-15 ദിവസത്തേക്ക് അധ്വാനിക്കുക, നമുക്ക് അപ്പമൊക്കെ ഈ 10-12 കൊട്ട അപ്പവും കൂടുതൽ കിട്ടി, ഇത് തീർന്നാലും എൻ്റെ ദൈവമുണ്ട്, എൻ്റെ ഈശോ ഉണ്ട്, ഈശോയുടെ എന്ത് ചോദിച്ചാലും നമുക്കൊന്നുമില്ലെങ്കിലും ഇനി ജീവിതകാലം മൊത്തം അധ്വാനിക്കേണ്ട, എവിടെയും പോകേണ്ട, അപ്പത്തിന് നമുക്ക് സുഖമായിട്ട് ജീവിക്കാമെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശോ പറയുന്നത്, ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുക, നിങ്ങൾ വഞ്ചി കയറി അക്കരയ്ക്ക് പോവും. പ്രൈസ് ദി ലോർഡ്. കടലിലേക്ക് പറഞ്ഞു വിടുക. എന്നിട്ട് ഈശോ കൂടെ ചെന്നില്ല. പ്രൈസ് ദി ലോർഡ്. അത് മാർക്ക് 6-ാം അധ്യായം 50 നോക്കുമ്പോൾ അവിടെ എന്താ ഈശോ അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് ഈശോ എന്താ ചെയ്യുക? അവിടെ കൊടുങ്കാറ്റുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. കടലിൽ കൊടുങ്കാറ്റുണ്ടാകും. പ്രൈസ് ദി ലോർഡ്.
കൊടുങ്കാറ്റെന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിലും പ്രതീക്ഷിക്കാതെ വരുന്നതിൻ്റെ പേരാണ് കൊടുങ്കാറ്റ്. നമ്മൾ നല്ല സുഖമായിട്ട് ജീവിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു ദുരിതം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹനം നമ്മളെ ജീവിതത്തിലേക്ക് വരിക. ഭർത്താവായിട്ടുള്ള പ്രശ്നമായിരിക്കാം, അയൽക്കാരായിട്ടുള്ള പ്രശ്നമായിരിക്കാം, മക്കളുടെ അസുഖമായിരിക്കാം, ഇല്ല ബിസിനസ്സിൽ നഷ്ടമായിരിക്കാം, ഇല്ല ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസായിരിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉറപ്പിച്ച് വെച്ച വിവാഹം ചിലപ്പോൾ നിന്നു പോകുന്നതായിരിക്കാം. അതുപോലെ ഡോക്ടർ പറയുക, ആദ്യം പറഞ്ഞിരിക്കും നീ ഗർഭവതിയാണ്, പിന്നെ പെട്ടെന്ന് പറയുക ഡോക്ടർ പറയുക കുഞ്ഞിന് ഹാർട്ട് ബീറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഇതുപോലത്തെ കൊടുങ്കാറ്റുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ശിഷ്യന്മാരൊക്കെ പേടിച്ച്, അപ്പോൾ ഈശോ എന്താ ചെയ്തത്? കടലിൽ കൂടി നടന്നു വരിക ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മളെ സാഹചര്യത്തിൽ നമുക്കിതുപോലെ സഹന സാഹചര്യം വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കണം, ദൈവത്തെ പോലും നമ്മൾ കണ്ട് പേടിക്കും, പ്രാർത്ഥിക്കാൻ പേടിക്കും. പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാനും പേടിയാണ്, പ്രാർത്ഥന ബൈബിൾ വചനം വായിക്കാനും പേടിയാണ്, അത് പാലിക്കുകയില്ല. അമ്മോ ഈ സമയം കൊണ്ട്, പ്രാർത്ഥിക്കുന്ന സമയം കൊണ്ട് ഇതിന് എന്തെങ്കിലും പോംവഴി ഉണ്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പരക്കം പാഞ്ഞ് നടക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നിൻ്റെ ഉത്തരം പ്രാർത്ഥനയിലാണ്. ദൈവം വെള്ളത്തിൽ കൂടി നടന്നു വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ് പേടിക്കേണ്ട, ഇത് ഞാനാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഈ കൊടുങ്കാറ്റ് ഞാനാണ്, ഈ സാഹചര്യങ്ങളെല്ലാം നിനക്ക് തന്നത് ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൽ ദൈവം അവിടെ മനസ്സിലാക്കി തന്നത്, നിൻ്റെ എല്ലാ പ്രശ്നത്തിനും നീ പ്രതീക്ഷിക്കാത്ത വഴി കൂടി ഞാൻ കടന്നു വന്ന് നിനക്ക് ഉത്തരം നൽകും, നിന്നെ സഹായിക്കും. ഒരു കാലത്തും ശിഷ്യന്മാർക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല എൻ്റെ ദൈവം കടലിൽ കൂടി വെള്ളത്തിൽ കൂടി നടന്നു വന്ന് നമ്മളെ സഹായിക്കാൻ വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ദൈവം അതാണ്. നീ ചിലപ്പോൾ മനസ്സുകൊണ്ട് ആലോചിക്കുക, ഈ പ്രശ്നത്തിന് ഒരു ഉത്തരവേ ഇല്ല, എൻ്റെ ജീവിതം പോയി. പലവരും വിചാരിക്കും ഇനി മരിച്ചാൽ മതി, ഇതിൽ ഉത്തരവേ ഇല്ല. പക്ഷെ നിൻ്റെ ദൈവം വെള്ളത്തിൽ കൂടി നടന്നു വരുന്ന ദൈവമാണ്. നീ പ്രതീക്ഷിക്കാത്ത വഴി കൂടി വന്ന് നിനക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് നിൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അത് ദൈവം പറയുക, നിൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, 35 വയസ്സായി 38 വയസ്സായി, കല്യാണം നടക്കണമെന്നില്ല. ദൈവം പറയുക, പേടിക്കേണ്ട, ഇത് ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ സാക്ഷിയായിട്ട് മാറ്റാണ്, ഞാൻ നിനക്ക് അനുഭവം തരാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് കടമുണ്ട്, ബിസിനസ്സിൽ നഷ്ടം വന്ന്, നീ പേടിക്കേണ്ട, ഇത് ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ ആശ്രയിച്ച് നിന്നാൽ മതി, പേടിക്കേണ്ട, ഞാനാ. ഇതെല്ലാം പോയാലും ബിസിനസ്സിൽ നഷ്ടം വന്നാലും ഞാനാണെന്ന് പറഞ്ഞ ദൈവം വെള്ളത്തിൽ കൂടെ നിൽക്കുകയാണ്. എനിക്ക് എൻ്റെ ദൈവം മതി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആഞ്ഞു പിടിച്ചോ നിങ്ങൾ. ദൈവം പറയാ, ഞാനാ തന്നത്. വരുന്നതെല്ലാം യോഹന്നാൻ 17:7 വരുന്നതെല്ലാം എൻ്റെ അടുത്തിരുന്നാണ് വരുന്നത്, നിൻ്റെ അടുത്തിരുന്നാൽ എനിക്ക് വന്നിരിക്കണം. ആ ഒരു സീക്രട്ട് നിനക്ക് മനസ്സിലായാൽ മതി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വന്ന നഷ്ടമോ സഹനമോ ഇതെല്ലാം ഞാനാണെന്നാണ് ദൈവം പറയണത്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ബോധ്യം നിനക്കുണ്ടാകണം. ആ ഒരു ബോധ്യം ഉണ്ടാകണം. നീ സാക്ഷിയായിട്ട് മാറിക്കഴിയുമ്പോൾ, നീ സാക്ഷിയായിട്ട് മാറിക്കഴിഞ്ഞാൽ ദൈവം, നീ വിശ്വസിക്കുന്നതല്ല, നീ എന്തിൽ വിശ്വസിക്കുന്നതോ അത് നിനക്ക് അടയാളം വഴി ദൈവം സ്ഥിരീകരിച്ച് കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. അടയാളം വഴി നിന്നെ സാക്ഷിയായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ, സാക്ഷിയായിട്ട് മാറണമെന്ന് വെച്ചാൽ എല്ലാ സാഹചര്യത്തിലും, ഏത് സഹന സാഹചര്യത്തിലും ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണമെന്നാണ് നല്ല സാക്ഷിയെ. പ്രൈസ് ദി ലോർഡ്. നല്ല സാക്ഷിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നീ സാക്ഷിയായിട്ട്, ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ സഹന സാഹചര്യത്തിലും ദൈവത്തെ വിട്ടു നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ വിട്ടു നിൽക്കാതിരിക്കണമെങ്കിൽ നീ ദൈവത്തിനെ കണ്ടിരിക്കണം, തൊട്ടിരിക്കണം, കേട്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നീ അത് ഓർത്തെടുക്കുക. നമ്മൾ എല്ലാവർക്കും ദൈവത്തെ കാണിച്ചു തന്നിട്ടുണ്ട്, കേൾപ്പിച്ചു തന്നിട്ടുണ്ട്, നമ്മൾ തൊട്ടിട്ടുണ്ട്, ദൈവത്തിന് അനുഭവം കിട്ടിയിട്ടുണ്ട് നമുക്ക്. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം നീ ഓർത്ത് വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം ബാക്കിയെല്ലാം നിനക്ക് അത് സ്ഥിരീകരിച്ച് തരും. വചനത്തെ നീ വിശ്വസിക്കുമ്പോൾ സ്ഥിരീകരിച്ച് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെങ്ങനെയാണെന്ന് ഒരു അനുഭവം കൂടിയുണ്ട്. അത് ദൈവം ഇത് സ്ഥിരീകരിക്കുമെന്ന് പറഞ്ഞാൽ,
ദൈവനാമത്തിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച് തരും. ഞാൻ കൂടെയുണ്ട്, വെറുതെ ഇല്ല പറയണ ദൈവം ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ട്, അത്രയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇത് 2007 ഞങ്ങൾ കൊച്ചിയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ജോസഫ് അച്ഛൻ ഒരു ദിവസം വീട്ടിൽ വന്ന് കൂടെ വരും. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥന മുറി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ്, വിജയകുമാരെ, ദൈവം നിന്നോട് കോയമ്പത്തൂർ പോകാനാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു കാരണവുമില്ല, വെറുതെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുക, ഈ വീടെന്ന് പറഞ്ഞാൽ ദൈവം തന്നതാ. എൻ്റെ കൂട്ടുകാർ, ഫ്രണ്ട്സ് എല്ലാം ഇവിടെയാണ്, കൊച്ചിയിലാണ്. ഞാൻ പഠിച്ചതെല്ലാം കൊച്ചിയാണ്. അപ്പോൾ ബിസിനസ്സും കൊച്ചിയിലാണ്. ഒരു സാഹചര്യത്തിൽ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറയുക, മാതാവ് പറയുകയാണ് കോയമ്പത്തൂർ പോകാൻ. പ്രൈസ് ദി ലോർഡ്. കോയമ്പത്തൂർ എനിക്ക് ഒരാളെയും അറിയില്ല, ഒറ്റ ആളറിയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞതല്ലേ, അടുത്ത ദിവസം ബാഗും പാക്ക് ചെയ്ത്, ഫർണിച്ചറൊന്നും എടുത്തില്ല, ഒരു 4 ബാഗും എടുത്ത് കാറിൻ്റെ ബാക്കിലിട്ട് അങ്ങോട്ട് പോയി. എന്തിനാ പോകണമെന്നൊന്നും അറിയില്ല. അങ്ങോട്ട് അച്ഛൻ പറഞ്ഞ്, മാതാവ് പറയിപ്പിച്ചല്ലേ എന്ന് പറഞ്ഞ് കോയമ്പത്തൂർ അങ്ങോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. അവിടെ പോയതിന് ശേഷം ദൈവം കൈവിട്ടൊന്നുമില്ല കേട്ടോ. ഇന്ന് മനസ്സിലാവും എന്തിനാണ് പോയതെന്ന്. ഇന്ന് 500 പേര് ഇതുപോലെ, എത്ര വലിയ ഹാളാണോ, ഹാള് വലുതാക്കിയ ഹാള് ഫുള്ളാണ്, ആൾക്കാർ ഹാൾ ഫുള്ളാണ്. അവിടെ അച്ഛന്മാരോ ആരുമില്ല, അച്ഛനോ ബിഷപ്പോ ഒന്നുമില്ല. ഞങ്ങളെ കുറച്ച് ബ്രദേഴ്സ് ഇപ്പോൾ ഇവിടെ പാട്ടുപാടി, ക്ലെമൻ്റ് ഉണ്ട്, പിന്നെ അതുപോലെ ഞങ്ങൾ ഒരു 10 പേരുണ്ട്. ഞാൻ ദൈവജനം കൊടുക്കുക, ഒരു പാട്ടും പാടും സ്തുതിക്കും, പിന്നെ അകണ്ട ജപമാലയുണ്ട് 12 മണി തൊട്ട്. പക്ഷേ അവിടെ നല്ല തിരക്കാണ്. പ്രൈസ് ദി ലോർഡ്. അമ്മ മാതാവ് അതിന് വേണ്ടിയിട്ടാണ് അവിടെ പോകാൻ പറഞ്ഞാൽ. ഇപ്പോൾ അത്രയും പരിചയക്കാരെ, എനിക്ക് ഒരു ഫ്രണ്ട്സും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ആയിരക്കണക്കിന് പ്രാർത്ഥനയ്ക്ക് പിന്നെ ബന്ധുക്കളാണ് എൻ്റെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത്രയും ബന്ധുക്കളെ ദൈവം എനിക്ക് തന്ന് വീട് ആയി അവിടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കുറേ കാര്യം ദൈവം വഴി നടത്തി. പക്ഷെ അന്ന് പോയപ്പോൾ നമ്മൾ ഒരു ചെറിയ കാര്യമാണെങ്കിൽ നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട്, അത് ചിലപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് സഹനം ഉണ്ടാകാം. പക്ഷെ സഹനത്തിൽ ഒരു കാര്യം ഓർക്കണം, ആ സഹനം ഉണ്ടെങ്കിലും ഞാൻ ജയിച്ചിരിക്കണം, ഞാൻ ലാഭിച്ചിരിക്കണം എൻ്റെ ദൈവത്തെ തന്നെയാണ്. ഞാൻ വിലയായിട്ട് കൊടുത്തത് എൻ്റെ ജീവിതത്തിൻ്റെ സുഖമാണ്. പക്ഷെ അതിന് കിട്ടിയത് എനിക്ക് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കുറവുണ്ടാക്കണം. ജീവിതത്തിലെ സുഖത്തിനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാനം ദൈവത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാഭം ദൈവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം തരുന്ന സുഖം നിത്യമുള്ള സുഖമായിരിക്കും. ഈ ലോകത്തിൻ്റെ സുഖം ഏത് നിമിഷം വേണമെങ്കിൽ നിന്നെ വിട്ടുപോകും. അത് ചിലപ്പോൾ നിനക്ക് ദുരിതമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. പലവരിക്കും ദുരിതമായിട്ട് മാറിയിട്ടുള്ളത് ദൈവത്തോട് പ്രാർത്ഥിച്ച് സമ്പത്ത് ചോദിക്കും. ആ സമ്പത്ത് തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണമായിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ സമയമില്ല, ബിസിനസ് വളർന്നപ്പോൾ പ്രാർത്ഥിക്കാൻ സമയമില്ല, കുർബാനയ്ക്ക് പോകാൻ സമയമില്ല, കുമ്പസരിക്കാൻ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമുക്ക് വേണ്ടിയത് ദൈവത്തെ തന്നെ. നമ്മൾ എപ്പോഴും നോക്കി വെക്കേണ്ടത് ഞാൻ ദൈവത്തെ വിട്ട് അകന്നു പോയാൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് കോയമ്പത്തൂർ പോയി. അച്ഛൻ പറഞ്ഞ് കേട്ട് പോയി കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞ് എല്ലാ 2-ാം ചൊവ്വാഴ്ച ഇങ്ങോട്ട് വന്നേക്കണം. അപ്പോൾ ഇവിടെ വരും, അവിടെ പോകും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് അവിടെ പ്രാർത്ഥന തുടങ്ങണം കേട്ടോ, മാതാവ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹൈന്ദവരാണ് ഞങ്ങളെ സ്വന്തക്കാരവിടെ കുറച്ച് പേരുണ്ട്. ഭാര്യയുടെ വീട്ടുകാരെല്ലാം ഹൈന്ദവരാ. അവിടെ ആരോട് പോയി പ്രാർത്ഥന വരെ ആരെയും അറിയില്ലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അച്ഛൻ പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാനും അറിയില്ല. കൊന്ത പോലും അച്ഛൻ പഠിപ്പിച്ചു തന്നതാണ്. ഞാൻ എപ്പോഴും പറയില്ലേ, ആദ്യമായിട്ട് എനിക്ക് ജീവിതത്തിൽ കൊന്ത പഠിപ്പിച്ച തന്നെ അച്ഛൻ ഒരു ഇത് തന്നതാണ്. ഇതുപോലെ ഒരു 2003 ഇവിടെ വന്നപ്പോൾ ഇതുപോലെ ഒരു ഇത് അച്ഛൻ തന്നതാണ്. ഈ ഒരു പാംഫ്ലെറ്റ് തന്നിട്ട് കൊന്തയായത് ഇംഗ്ലീഷിലാണ്. ഇത് വെച്ച് പഠിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും മാത്രമേ അറിയാം, വചനമൊന്നും പറയാൻ അറിയില്ല. അതുപോലെ 4 പേര് മുമ്പിൽ ഒരുമിച്ചിരുന്നാൽ സംസാരിക്കാനും അറിയില്ല. അച്ഛൻ പറഞ്ഞ അവിടെ പ്രാർത്ഥന തുടങ്ങാമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക. പക്ഷേ പ്രാർത്ഥന തുടങ്ങാൻ ആരെ പോയി വിളിക്കാനാ, എവിടെ പോയി വിളിക്കാനാ? നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഒരാളെയും അറിയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെൻ്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു, ഇങ്ങനെ പ്രാർത്ഥന തുടങ്ങണമെന്നറിയാം. പക്ഷേ എങ്ങനെ തുടങ്ങണം, എന്ത് പ്രാർത്ഥന ചൊല്ലണം ഒന്നും അറിയില്ല. നീ വെറുതെ ഒരു 4 പേരെ വിളിച്ചിട്ട് കൊന്ത ചൊല്ലിയാൽ മതിയാ, ഇല്ല ബൈബിൾ വായിച്ചാൽ മതിയാ, എങ്ങനെ പ്രാർത്ഥിക്കാമെന്നൊന്നും അറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഞങ്ങളെ സ്വന്തക്കാർ ഒരു പെണ്ണുണ്ട്, അതിന് 10-35 വയസ്സ് കൂടുതലായി. അതിൻ്റെ പ്രശ്നം എൻ്റെ ഭാര്യയോട് പറയണ്ടായിരുന്നു ഒന്ന്. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ അതിന് കല്യാണം നടക്കണില്ല.
ആ കൊച്ചിൻ്റെ പേര് വിജയ എന്ന് പറഞ്ഞിട്ടാണ്. കല്യാണം നടക്കണില്ല. അപ്പോൾ ഇവള് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ഒരു ഞങ്ങളെ സ്വന്തക്കാർ ഹൈന്ദവരാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ അറിയണില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ഞായറാഴ്ച ആയപ്പോൾ അവർ അമ്മയും അച്ഛനും ഈ കൊച്ചും അതിൻ്റെ സഹോദരനും കൂടി 4 പേരും കൂടി വീട്ടിൽ കയറി വന്ന് ഞായറാഴ്ച ദിവസം. എന്നിട്ട് വന്നിരുന്നപ്പോഴത്തേക്കും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞല്ലോ ഒന്ന്. അപ്പോഴേ ഞാൻ ഇവളോട് ചോദിക്കണം, പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞാൽ അപ്പോൾ എന്ത് പ്രാർത്ഥിക്കും? ഇവർക്ക് എന്തറിയാം, എനിക്കെന്തറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ കൗൺസിലിംഗ് അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കൗൺസിലിംഗ് ആദ്യമായിട്ട് കൗൺസിലിംഗ് കൂടുമ്പോഴത്തേക്ക് അച്ഛൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പഠിപ്പിച്ചൊന്നും തന്നില്ല. അച്ഛൻ പറഞ്ഞ് ഈശോനെ കുറിച്ച് പറഞ്ഞാൽ മതി, അതാണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ബൈബിൾ എടുത്തിട്ട് ഞാൻ പറഞ്ഞ്, ഓ കല്യാണം നടന്നിട്ടില്ല അല്ലേ? ഈശോ നിങ്ങളെ സ്നേഹിക്കുക കേട്ടോ. ഈശോ ദൈവത്തിൻ്റെ ഏകപുത്രനാണ്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ് ഈശോ ഒരിക്കലും മതം മാറാമെന്നും പറഞ്ഞിട്ടില്ല. ഞാനും മതമൊന്നും മാറിയിട്ടില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് ഈശോ ജീവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടിയിട്ട് കുരിശിൽ മരിച്ച് അതെല്ലാം പറഞ്ഞപ്പോഴും ഇവരിങ്ങനെ നോക്കി വയ്ക്കുക. അപ്പോൾ ഇവർ നാട്ടിൽ കംപ്ലീറ്റ് പോയി പറയുമെന്ന് എൻ്റെ മനസ്സിങ്ങനെ തോന്നിയ. ഇവർ പ്രാർത്ഥനയെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇവിടെ വെറുതെ സമയം കളയിപ്പിച്ചാൽ കേട്ടോ എന്ന് പറയും. അതൊക്കെ ഇങ്ങനെ പേടിയും തോന്നുന്നുണ്ട്, സങ്കടവും തോന്നുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവരിങ്ങനെ എണീക്കാൻ പോയപ്പോൾ എനിക്ക് തോന്നി ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ സമയം കളഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ പ്രാർത്ഥിക്കാൻ വിളിച്ച് ഇവർ ഇനി എല്ലാവരോടും പോയി പറയും, സ്വന്തക്കാരോടും എല്ലാം പറയും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞേ ഇവക്ക് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ് നിങ്ങളെ മകൾക്ക് 40 ദിവസത്തിൻ്റെ അകത്ത് കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ ബൈബിൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു ബൈബിൾ കയ്യിൽ കൊടുത്ത്, തമിഴ് ബൈബിളും കൊടുത്ത്, ഇത് ദിവസം വായിക്ക്, 40 ദിവസത്തിൽ കല്യാണം നടക്കും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നി പറഞ്ഞത് അബദ്ധമായിപ്പോയി. തമിഴ്നാട്ടിൽ ഒരിക്കലും 40 ദിവസത്തിൽ കല്യാണം ഉറപ്പിക്കില്ല. ഇന്ന് കല്യാണം ഉറപ്പിച്ചാൽ ഒരു 3 മാസമെങ്കിലും വേണം. അവിടെ കുറേ ചടങ്ങുകളുണ്ട്. ഒന്ന് മണ്ഡപം നോക്കണം അവർക്ക്, പിന്നെ കുറേ വസ്ത്രം വാങ്ങിക്കാൻ ഒരു ചടങ്ങാണ്, പിന്നെ ഇത് എൻഗേജ്മെൻറ്റ് വേറെ ചടങ്ങ്, അതിന് വേറെ വിളിക്കും, പിന്നെ ഈ ഇൻവിറ്റേഷൻ കൊടുക്കാനും അതൊക്കെ കുറേ ഉണ്ട്. 40 ദിവസത്തിൽ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. ഒരു തീരുമാനമാകുന്നെങ്കിലും പറഞ്ഞാൽ ഒന്ന് പിടിച്ച് വയ്ക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കണ്ടപ്പോൾ കൂടുതൽ വഷളായി എന്ന് തോന്നി. അപ്പോൾ ഇവർ അവർക്ക് തന്നെ അസ്വസ്ഥതയായി. 40 ദിവസത്തിൽ കല്യാണം നടക്കുമെന്നോ? അവിടെ കല്യാണ ഡേറ്റ് പോലും ഫിക്സ് ചെയ്യണം, മണ്ഡപം നോക്കിയിട്ട് ആ ഡേറ്റ് വെച്ചിട്ടാണ് കല്യാണം ഫിക്സ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ സിറ്റുവേഷൻ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ്, അപ്പോൾ എന്തെങ്കിലും ബൈബിൾ കയ്യിലിരിക്കുക, ഇംഗ്ലീഷ് ബൈബിളാണ്, ഞാൻ തമിഴ് ബൈബിളാണ് എടുത്ത് കൊടുത്തത്, കയ്യിലിരിക്കുക. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇത് സിറ്റുവേഷൻ സോൾവ് ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞ് നിന്നെ അവസാനം നോക്കിയിട്ട് പോയ ചെക്കൻ തന്നെ വന്ന് കെട്ടും കേട്ടാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും പറയണമെന്ന് വെച്ച് പറഞ്ഞാൽ അത് മെസ്സേജൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, അങ്ങോട്ട് പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് അവസാനം നോക്കിയിട്ട് പോയ പയ്യൻ തന്നെ വന്ന് നിന്നെ കെട്ടുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞപ്പോഴാണ് വഷളായത്. അവർ ചിരിച്ച് ഇവിടെ അവസാനം നോക്കിയിട്ട് പോയ ചെക്കൻ 2 കൊല്ലത്തിന് മുമ്പ് അതിനുശേഷം ആരും വന്നിട്ടില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരാളും വന്നിട്ടില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ആ ചെക്കനൊക്കെ കല്യാണമായിട്ടുണ്ടാവുന്നു. എന്തായാലും ഞാൻ പറഞ്ഞ് ബൈബിൾ വായിക്ക്, വഷളായി, എല്ലാം കൂടി പ്രശ്നമായി, ബൈബിൾ വായിക്ക്. എന്നിട്ട് ഇവർ നാട്ടുകാരോട് സ്വന്തക്കാരോട് പറഞ്ഞാൽ പറയാമല്ലോ, ഏതെങ്കിലും ദിവസം ബൈബിൾ മുടങ്ങിയാൽ എങ്ങനെയായാലും മുടങ്ങും, അപ്പോൾ അതുകൊണ്ടാണ് നടക്കാത്തതെന്ന് പറയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം സീരിയസാണ് കേട്ടോ. കാര്യത്തിൽ ദൈവം സീരിയസാണ്. നീ സീരിയസ് ആണെങ്കിൽ ദൈവം സീരിയസാണ് നിന്നോട്. പ്രൈസ് ദി ലോർഡ്. 40 ദിവസമെന്ന് ഞാൻ പറഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഒരു ഞായറാഴ്ച ഞാൻ നോക്കുമ്പോൾ ഇവർ വന്ന് ഒരു വാതിൽ തട്ടി, ഒരു സ്വീറ്റ് പാക്കറ്റ് ഉണ്ട് കയ്യിൽ, ഇൻവിറ്റേഷൻ കാർഡുണ്ട്. ഇവർ പറഞ്ഞ് അടുത്ത ആഴ്ച കല്യാണം ഫിക്സ് ചെയ്തിരിക്കുക, 37ാമത്തെ ദിവസം. ഞാൻ പറഞ്ഞ 37ാമത്തെ ദിവസം കല്യാണം ഫിക്സ് ചെയ്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 37ാമത്തെ ദിവസം കല്യാണം ഫിക്സ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അവസാനം നോക്കിയ പയ്യൻ ദുബായി പോയിരുന്നു. അവൻ അന്ന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് പോയതാണ്. അവൻ 15 ദിവസം ലീവിൽ വന്നതാണ്. എന്നിട്ട് അവനിക്കും പെണ്ണൊന്നും കിട്ടിയില്ല. അപ്പോൾ അവൻ പറഞ്ഞ് ഇതിനെ തന്നെ കെട്ടിക്കളയാമെന്ന് പറഞ്ഞ് ഇവിടെ പോയപ്പോൾ 15 ദിവസം ലീവാണ്. ഒരാഴ്ചയ്ക്ക് അത് കല്യാണം വെക്കണമെന്ന് പറഞ്ഞ് ഇവർ ധൃതിക്ക് കല്യാണം അങ്ങോട്ട് ഫിക്സ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ കാര്യം
അടയാളം വഴി ദൈവം സ്ഥിരീകരിക്കും. നീ വചനത്തിൽ നീ സീരിയസ് ആണെങ്കിൽ ദൈവം നിന്നോട് സീരിയസ് ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. വചനത്തെ ആശ്രയിച്ച് നീ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം ഒരിക്കലും ദൈവത്തെ ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ നീ അപമാനത്തിന് ആളാകില്ല. നിനക്ക് അപമാനിക്കേണ്ടി വരും. അപമാനം നിനക്കുണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. 10-11 മാർക്ക് 10-11 നീ ദൈവത്തെ ആശ്രയിച്ച് നിൽക്കണം. നീ നിന്റെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയാലും നീ ആഹ്ലാദിക്കേണ്ടത് എൻ്റെ ദൈവം ബാക്കിയുണ്ട്, ദൈവത്തിൻ്റെ വചനം ബാക്കി നിൽക്കുക എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നീ ആഹ്ലാദിക്കണം. അങ്ങനെ സന്തോഷിക്കുക പറ്റിയ അതുകൊണ്ടാണ് പറയണത് എപ്പോഴും സന്തോഷിക്കുക. ഈശോ പറയണത് അത് 1 തെസ്സലോനിക്ക 5:16 പരിശുദ്ധാത്മാവ് പറയുക, നീ എപ്പോഴും സന്തോഷിക്കുക. എപ്പോഴാണ് സന്തോഷിക്കേണ്ടത്? നിൻ്റെ പ്രതികൂല സാഹചര്യത്തിലും സന്തോഷിക്കുക. എപ്പോഴും സന്തോഷിക്കുക. എല്ലാ സാഹചര്യത്തിലും നന്ദി പറയുക. നിനക്ക് നഷ്ടം വരുമ്പോഴൊക്കെ നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. നിനക്ക് നഷ്ടം വരുമ്പോഴൊക്കെ നന്ദി പറയുക. നിൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമ്പോഴൊക്കെ നന്ദി പറയുക. നിനക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോഴൊക്കെ നന്ദി പറയുക. എല്ലാ സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക. 1 തെസ്സലോനിക്ക 5:16-17-18. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, എന്തിനാണ് ഈ സന്തോഷിക്കുക? എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് എന്ത് നഷ്ടം വന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്ത് നഷ്ടം വന്നാലും ദൈവം അത് നന്മയ്ക്കായി മാറ്റും. അതിന് നന്ദി പറയുക. റോമ 8:28 എല്ലാ നന്മയ്ക്കായി മാറ്റുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ട്. നന്ദി പറയുക. എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും വചനത്തെ ആശ്രയിച്ച് ജീവിക്കുക. എപ്പോഴും കൊന്തയും വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഏത് സാഹചര്യത്തിലും എന്ത് വന്നാലും ഈ കൊന്ത പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കുക, സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. എനിക്ക് 45 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നിർത്തിയത് കറക്റ്റ്. പിന്നെ ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ ദൈവം അനുഭവം തരുന്നത് നിങ്ങളെ സാക്ഷിയായിട്ട് മാറ്റാമെന്നാണ്. നിങ്ങൾ സാക്ഷിയായിട്ട് മാറിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഏത് വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നോ, ഈശോ ജീവിക്കുന്ന ദൈവമാണ്, ഈശോ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവം അത് അടയാളം വഴി സ്ഥിരീകരിക്കും. അത് ഞാൻ അനുഭവം വെച്ച് പഠിച്ചതാണ്. അങ്ങനെയാണ് ആ കുഞ്ഞിനെ ഞങ്ങളെ വായിരുന്ന് എന്ത് തെറ്റ് വീണ് പോയാലും പക്ഷേ അവിടെ അടിസ്ഥാനം ഈശോ തന്നെയാണ്. ബൈബിൾ വായിക്കുന്ന ഞാൻ പറഞ്ഞു കൊടുത്തത്, വചനം വായിക്കുക, ഈശോയിൽ വിശ്വസിക്കുക. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ, നിനക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നീ വചനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന പറഞ്ഞാൽ നിനക്ക് അനുഭവം ഉണ്ടാകണം. നിനക്ക് ആ ശീലം ഉണ്ടാകണം. വചനത്തെ ആശ്രയിച്ച് ജീവിച്ചുള്ള ശീലം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നിനക്ക് കിട്ടുന്ന അനുഭവങ്ങളെല്ലാം നീ സാക്ഷ്യപ്പെടുത്തണം, സാക്ഷിയായിട്ട് ജീവിക്കണം, മറ്റുള്ളവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഈശോ ഇതാണ്, ഞാൻ ഈശോയിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ ഈശോയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഒരിക്കലും പേടിക്കില്ല, ഒരിക്കലും കരയില്ല, സങ്കടപ്പെടില്ല. അപ്പോൾ ഈശോയിൽ ആശ്രയിച്ച് ജീവിക്കണവരെ കാണുമ്പോഴത്തേക്കും അവർ ഏത് സാഹചര്യത്തിലും 3 പേര് നിൽക്കുകയാണ്. 3 പേരുടെ മുമ്പിൽ 3 പേരുടെ മുമ്പിൽ ഒരാൾ കഴുത്തിൽ കത്തി വയ്ക്കുകയാണ്. 3 പേരിലും ഒരാൾ ചിരിച്ചുകൊണ്ടിരിക്കും, ബാക്കി 2 പേരും കരയും. പ്രൈസ് ദി ലോർഡ്. ആ കത്തി വെച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മകനായിരിക്കും. എൻ്റെ അച്ഛൻ അല്ലേ, എൻ്റെ അച്ഛൻ്റെ കയ്യിലല്ലേ കത്തി എന്ന് പറഞ്ഞ് എൻ്റെ മകൻ ചിരിക്കും. മറ്റ് 2 പേർക്ക് എന്നെ അറിയാത്തവർ കരയുകയും ചെയ്യും, പേടിക്കുകയും ചെയ്യും, നിലവിളിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ സഹന സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പേടിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളായിരിക്കില്ല. അതുകൊണ്ട് ആ നമ്മളെ പേടിക്ക് സ്നേഹത്തിൽ സ്ഥാനമില്ല. പ്രൈസ് ദി ലോർഡ്. ഭയത്തിന് സ്നേഹത്തിൽ സ്ഥാനമില്ല എന്ന് വെച്ചാൽ ദൈവത്തെ അറിയാത്തവർ പേടിക്കും, ദൈവത്തിൻ്റെ മക്കൾ ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യമെന്ന് വെച്ചാൽ അച്ഛൻ്റെ കയ്യിലുള്ള കത്തി മകനെ ഒന്നും ചെയ്യില്ല. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു സഹനം വന്നു കഴിഞ്ഞാൽ അത് ഈശോ പറയാണ്, ഇത് ഞാനാണ്, ഈ കത്തി ഞാനാണ്, ഈ വെച്ചിരിക്കുന്നത് ഞാനാണ്.
നിനക്ക് പേടിയുണ്ടാകരുത്. അത് നീ ദൈവത്തിൻ്റെ മകനും മകളും ആണെന്നെങ്കിൽ പേടിയുണ്ടാകില്ല. നീ എന്ന് പഠിക്കേണ്ടത് ഏത് സാഹചര്യത്തിൽ ഞാൻ പേടിക്കില്ല, ഞാനത് അത് ഈശോ ആയിട്ട് കാണും. ആ പേടിയുടെ സാഹചര്യം വരുമ്പോൾ ഈശോയെ അത് നീയല്ലേ, അത് നീ തന്നെയാണ്, ഞാൻ എന്തിനാണ് പേടിക്കേണ്ടത്, നീയല്ലേ, ഞാൻ പേടിക്കൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മകൻ്റെ മുമ്പിൽ ഞാൻ കത്തി കാണിച്ചാൽ അവൻ ഇങ്ങോട്ട് തട്ടിയിട്ട് പറയും, അച്ഛൻ നീങ്ങളല്ലേ, എന്തിനാണ് അത് കളിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നിങ്ങൾ മകനുമാണെങ്കിൽ ഒരിക്കലും പേടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.